ലൈവായിരിക്കട്ടെ. എന്റെ ഭാര്യ തുണി കഷ്ണം പോലെ കിടന്ന് എന്റെ ഭാര്യ അതാ കുതിരമാതിരി ഓടുന്നതാ. ബിക്കോസ് ഓഫ് ഡിവൈൻ സീക്രറ്റ്. ഓക്കെ. 3 മാസം മുമ്പ് സ്റ്റോക്ക് വന്നിട്ട് ഡോക്ടർ ഒന്നിനും പറ്റില്ല, മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആൾമോസ്റ്റ് കത്തിയ ഒരു തുണി പോലെ ഉണ്ടായിരുന്നു. 17 കിലോ വെയിറ്റ് മാത്രം, സ്കിന്ന് ആൻഡ് എലുമ്പ് മാത്രം. ഇതാണ് മൈ വൈഫ്. എല്ലാവരും ടീമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോ ഷീസ് ഓൾറൈറ്റ്, ഫിസിക്കലി ഫിറ്റ്, മെന്റലി ടഫ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൺലി ഡബിൾ സ്ട്രെങ്ത് ഓഫ് ഡിവൈൻ. ഓക്കെ, സൂപ്പർ. എന്റെ ഭാര്യ റിപ്പോർട്ട് എൻ്റെ അടുത്തുണ്ട്. കിഡ്നി, ക്രിയാറ്റിൻ ലെവൽ, ഷുഗർ എല്ലാം 0 വിത്തിൻ 0. ഡോക്ടർ പറഞ്ഞു കിഡ്നി പോകും. എൻ്റെ അമ്മയപ്പം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാ, അയാൾ പറഞ്ഞു കിഡ്നി പോകും, മരിച്ചു പോകും എന്നൊക്കെ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. അച്ചീവ് ഈസിയായി ചെയ്യാൻ പറ്റും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. ഓക്കെ താങ്ക് യു. ഓക്കെ, ഒരു ലൈവ് ടെസ്റ്റ് മണി, ദിവാ സീക്രട്ടിന്റെ ഒരു ലൈവ് ടെസ്റ്റ് മണിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫ് ഒരു പഴന്തുണി പോലെ കിടന്നിരുന്നതാണ്. അതായത് വെയിറ്റ് 17 കിലോ ആയിപ്പോയെന്നാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ കണ്ടു അവരുടെ വെയിറ്റ് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും. 17 കിലോ മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അതായത് എല്ലും തോലും മാത്രമാണ് ഉണ്ടായിരുന്നത്. 17 കിലോ നമുക്ക് ഊഹിക്കാനായിട്ടേ പറ്റില്ല, എല്ലും തോലും മാത്രം. അതായത് മരിച്ചു പോകും, തിരിച്ച് കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില് ആ സ്ട്രോക്ക് വന്ന് ബെഡ്സോറായിട്ട് കിടന്നിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് എന്താണ് മിറാക്കിൾ നടന്നെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് ഇപ്പൊ കിട്ടുക. അദ്ദേഹത്തിന്റെ എന്താണ് എക്സൈറ്റ്മെന്റിലാണ് ഇത് കാണിച്ചേ പറ്റൂ. കാരണം ഇത് ദിവാ സീക്രട്ടിൽ നിന്ന് കിട്ടിയ ഒരു ദിവാ സീക്രട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസൾട്ടാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് പാർട്ട്ണറെ തിരിച്ചു കിട്ടി. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്, അതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം ചെയ്തതെന്താ. അദ്ദേഹം ചെയ്തത് പാർട്ട്ണർ തിരിച്ചു കിട്ടിയിട്ടില്ല, പ്രിയങ്ക ഗാന്ധിനെ കിട്ടി. നോക്കി എങ്ങനെയുണ്ട് മുടി, ആ സ്റ്റൈലൊക്കെ ബെറ്റർ ദാൻ ബിഫോർ. എന്റെ കൂടെ നടക്കുന്നേ സത്യം ചാലഞ്ച് ചെയ്യും. നിങ്ങൾ എന്റെ കൂടെ നടക്കാൻ പറ്റില്ല, ഓടിച്ചു കൊണ്ടുവന്നത്. ബട്ട് ഷീ ഈസ് വാക്കിംഗ് നൗ ബിക്കോസ് ഓഫ് ഡിവൈൻ സീക്രട്ട്. താങ്ക് യു സർ. ഓക്കെ. ഇതുപോലെ വിശ്വസിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഗംഭീര റിസൾട്ട് നമുക്ക് മാർക്കറ്റിൽ ഗംഭീര റിസൾട്ട് കിടക്കുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യ്. ഓട്ടോമാറ്റിക്കലി ഇതുപോലെ പലരുടെയും, കാരണം നമുക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതുപോലൊരു ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ, കാരണം ലോകം മുഴുവൻ നേടിയായിരുന്നു ആത്മാവ് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആത്മാവ് നശിച്ചു കിടക്കുന്ന, അതായത് മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു വ്യക്തി ആരോഗ്യത്തോടെ നടക്കുന്നു. ഇത് നമുക്ക് ലൈഫിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് നമ്മൾ കൊടുക്കണമെന്നായി പറയുന്നത്? എന്ത് കൊടുക്കണം? ഇതാണ് ഏറ്റവും വലിയ ചാരിറ്റി നമുക്ക് ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഇതിന് ആരാണോ ഇദ്ദേഹത്തിന് കൊടുത്തത്, സാറേ ആ വ്യക്തിയെ സാറ് എന്നും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ. സാറിന് ഈ പ്രൊജക്ട് കൊണ്ടും തന്ന വ്യക്തിയെ എന്നും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചിരിക്കണം. കാര്യം അവരാണ് സാറിന്റെ ലൈഫ് തിരിച്ചു കൊണ്ടുവന്ന് തന്നത്. അവരെ നമ്മൾ എന്നും എന്ത് ചെയ്യുക, അവരോട് നമ്മൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.